ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരത്തിൻ്റെ പേരാണ് കുതിരമാളിക. ഈ കുതിരമാളിക എന്ന് പറയുന്ന പേര് വരാനുള്ള പ്രധാന കാരണം വെച്ചാൽ 122ഓളം കുതിരകളെ സ്മൈലിംഗ് ഹോഴ്സസിനെയാണ് ഇവിടെ അവർ കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേര് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇതൊരു കൊട്ടാരമല്ല, പണ്ട് കൊട്ടാരമായിരുന്നു. സ്വാതി തിരുനാളാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചത് 19-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇതിപ്പോൾ ഒരു മ്യൂസിയമായിട്ടും പിന്നെ ആർട്ട് ഗാലറിയൊക്കെ ആയിട്ടാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത്. അവിടെ കയറുന്നതിന് പാസ് എടുക്കണം. ഒരു 70 രൂപ പാസും പിന്നെ ഒരു 30 രൂപ പാസും ഒക്കെയാണ് അവർ പറയുന്നത്. ഒരു 100 റുപ്പീസ് എന്തായാലും ആവും. നിങ്ങൾക്ക് മ്യൂസിയവും ചിത്രാലയമൊക്കെ കാണുമ്പോഴത്തേന് ഇത്ര 100 രൂപ എന്തായാലും ഒരാൾക്ക്. പിന്നീട് ഇവിടെ കാണാനായിട്ടെന്ന് വെച്ചാൽ കൊട്ടാരം എങ്ങനെയാണോ അതുപോലെ തന്നെ അകത്തേക്ക് ആ കൊട്ടാരത്തിൻ്റെ വർക്കുകളും റൂഫിലെ വർക്കുകളും ഒക്കെ ആയിട്ട് അതിഗംഭീരമാണ് കേട്ടോ. ആ പണ്ട് രാജാവിരുന്ന ഒരു സിംഹാസനമായിക്കോട്ടെ അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഒരുപാട് തരം ഈ അന്ന് യോദ്ധാക്കളൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങളെല്ലാം ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുന്തമായിക്കോട്ടെ, പരിചയമായിക്കോട്ടെ, വാളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കയറി ചെല്ലുമ്പോൾ തന്നെ അതായത് ഇവിടെ ഒരു ശംഖ് കാണാം. അത് തിരുവിതാംകൂറിൻ്റെ ചിഹ്നമാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലം, പഴയ തനിമയൊക്കെ ഇപ്പോഴും അവർ നിലനിർത്തി പോകുന്നുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കൊട്ടാരം പണിതിരിക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് 70 രൂപയാണ് അഡൽറ്റിന് പുത്തൻപുരയ്ക്കൽ കൊട്ടാരം കാണാനായിട്ട്. 30 രൂപയാണ് ഉത്രം തിരുനാൾ ചിത്രാലയം കാണാനായിട്ട് അഡൽറ്റിന് വരുന്നത്. ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ കൊട്ടാരം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി നടക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സ്വാതി തിരുനാൾ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുണ്ടല്ലോ, സകലകലാ വല്ലഭനായിരുന്നു. 1840 5000 തൊഴിലാളികൾ 4 വർഷം കൊണ്ടാണ് ഈ കൊട്ടാരം പണിത് കേട്ടോ. ഈ കൊട്ടാരത്തിൽ മൊത്തം 80 റൂമുകളുണ്ട്. പുത്തൻപുരയ്ക്കൽ മാളിക അഥവാ കുതിരമാളിക. ഈ കൊട്ടാരത്തിൽ ഇരുന്നാണ് സ്വാതി തിരുനാൾ രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. 1829 മുതൽ 1846 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് ധാരാളം ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. തിരുവിതാംകൂർ സൈന്യത്തിന് നായർ പട്ടാളം എന്ന പേരിട്ടതും മൃഗശാല സ്ഥാപിച്ചതും സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. തിരുവനന്തപുരത്തെ വാന നിരീക്ഷണ കേന്ദ്രം, ആദ്യത്തെ കനേഷുമാരി കണക്കെടുപ്പ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആദ്യ സർക്കാർ അംഗീകൃത അച്ചടിശാല തുടങ്ങിയവ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളാണ്. ക്യാമറ അലൗഡ് ചെയ്യും, പക്ഷേ അതിന് 500 രൂപയാണ് അതിൻ്റെ പേയ്മെൻറ്റ്. അകത്ത് ഷൂട്ട് ചെയ്യുന്നതിന്, പുറത്ത് ഷൂട്ട് ചെയ്യുന്നതിനാണെങ്കിൽ 50 രൂപയാണ്. അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെത്തിയ എന്താ മനോഹാരിത. ഈ കൊട്ടാരത്തിൻ്റെ തറയുടെ നിർമ്മിതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചിരട്ടക്കരി, മുട്ടയുടെ വെള്ളം, ആയുർവേദത്തിൻ്റെ ഒരു ഔഷധം, ചുണ്ണാമ്പ് കല്ല്, ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ് തറയിട്ടിരിക്കുന്നത്. ചൂട് സമയത്ത് ഈ തറയ്ക്ക് തണുപ്പായിരിക്കും. സകലകലാവല്ലഭനായിരുന്ന സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം കേരള സംഗീതത്തിൻ്റെ സുവർണ്ണകാലമാണ്. ഈ കൊട്ടാരത്തിലാണ് സ്വാതി തിരുനാൾ സംഗീതോത്സവം നടക്കുന്നത്. ചലച്ചിത്ര നിർമ്മാതാക്കളുടെയൊക്കെ ഒരു ഫേവറേറ്റ് സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. ഗർഭകാലം മുതൽ തന്നെ അദ്ദേഹത്തെ രാജാവായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ഗർഭശ്രീമാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. 33-ാം വയസ്സിൽ അദ്ദേഹം നാട് നീങ്ങി. 1846 സ്വാതി തിരുനാളിൻ്റെ മരണത്തോട് ഒഴിഞ്ഞു കിടന്ന കൊട്ടാരം ഇന്ന് മ്യൂസിയമാണ്.